ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെയായിരുന്നു, എന്നിട്ടും അവർ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ആദ്യ പാഠം ഇതാണ്: ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നല്ല സുവിശേഷം പറയുന്നത്. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ശിഷ്യന്മാർ ഭയന്ന് യേശുവിനെ വിളിക്കുന്നു: കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു. എന്നാൽ യേശു ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു എന്നാണ്. അതിനുശേഷമാണ് അവിടുന്ന് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു ആദ്യം കൊടുങ്കാറ്റിനെ ശാന്തമാക്കാതിരുന്നത്? കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു കൊടുങ്കാറ്റല്ല, ഭയമാണ്. ഭയം മനുഷ്യൻ്റെ ചിന്തയെ തകർക്കും, പ്രത്യാശയെ ഇല്ലാതാക്കും, വിശ്വാസത്തെ ദുർബലമാക്കും. അതുകൊണ്ടാണ് യേശു ആദ്യം അവരുടെ ഹൃദയത്തെ സുഖപ്പെടുത്തിയത്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം? ദൈവം എന്നെ മറന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം മൗനമായിരിക്കുന്നത് കൊണ്ട് ദൈവം അകലെയാണെന്ന് അർത്ഥമില്ല. ദൈവത്തിൻ്റെ മൗനം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനുള്ള അവസരമാണ്. വിശുദ്ധ അഗസ്റ്റിൻ ഒരു മനോഹരമായ ചിന്ത പറയുന്നുണ്ട്: ദൈവം ചിലപ്പോൾ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കും, ചിലപ്പോൾ കൊടുങ്കാറ്റിലൂടെ തൻ്റെ മക്കളെ ശാന്തരാക്കും. അതാണ് വിശ്വാസത്തിൻ്റെ സൗന്ദര്യം. ദൈവം എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറ്റുമെന്ന് വിശ്വാസം പറയുന്നില്ല. എന്നാൽ ഏത് പ്രശ്നത്തെയും നേരിടാൻ ദൈവം നമ്മോടൊപ്പമുണ്ടാകും എന്നാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. ഈ സുവിശേഷത്തിൽ മറ്റൊരു വലിയ ആത്മീയ സന്ദേശമുണ്ട്. ശിഷ്യന്മാർ യേശുവിനെ അറിയാമായിരുന്നു, എന്നാൽ ഇപ്പോഴാണ് അവർ യേശുവിനെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അവസാനം അവർ അത്ഭുതത്തോടെ ചോദിക്കുന്നത്: ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനുള്ള അവസരങ്ങളാകുന്നത്. സന്തോഷത്തിൻ്റെ സമയത്ത് ദൈവത്തെക്കുറിച്ച് നമുക്കറിവുണ്ടാകും, എന്നാൽ പ്രതിസന്ധിയുടെ സമയത്ത് ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലും അനേകം കൊടുങ്കാറ്റുകളുണ്ട്. ബന്ധങ്ങൾ തകരുന്നു, പ്രതീക്ഷകൾ മങ്ങുന്നു, വിശ്വാസം ക്ഷയിക്കുന്നു. അപ്പോൾ നാം ചോദിക്കേണ്ട ചോദ്യം എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ടോ എന്നതല്ല, മറിച്ച് ആ കൊടുങ്കാറ്റിൽ ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത് എന്നതാണ്. കാരണം കൊടുങ്കാറ്റിൻ്റെ ശക്തിയല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ്. സ്നേഹം നിറഞ്ഞവരെ, ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊടുങ്കാറ്റുകളെ മാറ്റും. ചിലപ്പോൾ അവ മാറ്റാതെ നമ്മെ മാറ്റും. കാരണം ദൈവത്തിൻ്റെ ലക്ഷ്യം സുഖകരമായ ജീവിതം നൽകുക മാത്രമല്ല, വിശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മെ വളർത്തുക കൂടെയാണ്. ഈ സുവിശേഷം നമ്മെ ഒരു ചോദ്യത്തിന് മുമ്പിൽ നിർത്തുന്നു: എൻ്റെ ജീവിതം നയിക്കുന്നത് ഭയമാണോ, വിശ്വാസമാണോ? ഭയമാണ് നയിക്കുന്നതെങ്കിൽ എല്ലാ തിരമാലകളും നമ്മെ തകർക്കും. എന്നാൽ വിശ്വാസമാണ് നയിക്കുന്നതെങ്കിൽ എല്ലാ കൊടുങ്കാറ്റുകളും നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും. ആകയാൽ വിശ്വാസത്തിൽ ജീവിതം മുന്നോട്ടു പോകുവാനായിട്ടുള്ള വലിയ കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.